بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ കാഫിറൂൻ ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലാഹു പറയുകയാണ്, ഖുൽ, നീ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ. വലാ അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവരല്ല. നിങ്ങൾ ആരാധിക്കുന്നവരല്ല. മാ അഅ്ബുദ്, ഞാൻ ആരെയാണോ ആരാധിക്കുന്നത്. മാ അബ്ദു എന്ന് പറഞ്ഞാൽ ഇവിടെ മൻ അബ്ദ് എന്നാണ്. ഞാൻ ആരെയാണോ ആരാധിക്കുന്നത് അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വല അന ആബിദും മാ അബദ്തും, വല അന, ഞാനല്ല. ആബിദുൻ, ആരാധിക്കുന്നവനല്ല, ആരാധിക്കുകയില്ല. അതെന്തുകൊണ്ട് രണ്ട് തവണ ഒരേ ആശയം വന്നു എന്നത് തഫ്സീർ വായിക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. വല അന ആബിദുൻ, ഞാൻ ആരാധിക്കുകയില്ല. മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്നതെന്തോ അതെ. വലാ അൻതും, കൊണ്ടും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വലാ അൻതും, നിങ്ങളല്ല. ആബിദൂൻ, ആരാധിക്കുന്നവരല്ല, ആരാധിക്കുകയില്ല. മാ അഅ്ബുദ്, അതായത് മൻ അഅ്ബുദ്, ആരെയാണോ ഞാൻ ആരാധിക്കുന്നത്, അല്ലാഹുവിനെ. ലക്കും ദീനുക്കും, ലക്കും, നിങ്ങൾക്ക്, ദീനുക്കും, നിങ്ങളുടെ ദീൻ. വലിയ, എനിക്ക്, ദീനി എന്നാണ്. ദീൻ, അത് പിന്നെ നൂൻ ആയ ഒഴിവാക്കിയിട്ടും പറയാറുണ്ട് ചിലപ്പോൾ. ഫഹുവ, അതുപോലെ ഇല്ലാലി അബുദൂൻ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ യഥാർത്ഥത്തിൽ അബുദൂനി, ദീനി എന്നാണ്. ഉമ്മി എന്ന് പറയുന്ന പോലെ എൻ്റെ ഉമ്മ, ബൈത്തി, എൻ്റെ ബൈത്ത് എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഒഴിവാക്കി പറയാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ഇതാണ് ഈ സൂറത്തിന്റെ വാക്കർത്ഥം. ഒന്ന് ഓതിയിട്ട് തുടങ്ങും. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون. قل يا أيها الكافرون لا أعبد ما تعبدون. لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبد لكم دينكم ولي دين. لكم دينكم ولي دين. قل يا أيها, യാ എന്ന് മദ്ദ് കൊടുത്തിരിക്കുക. യാ അയ്യുഹൽ, കാരണം ശേഷം ഹംസ ആയതുകൊണ്ട്. യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറാണ്. ഖാഫ് വേറെ, കാഫ് വേറെ. കാഫ്, ഖാഫ് രണ്ടും ഉച്ചരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം വേണം. കാഫിറാണ്, കാഫിറൂൻ. കുൽ, അത് ഖാഫ്,
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു ലാ അഅ്ബുദു ലാ മദ് ചെയ്ത് ഉച്ചരിക്കുക നീട്ടി ഉച്ചരിക്കുക ലാ അഅ്ബുദു ഹംസയും ഐനും ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും നന്നായി ഓതാൻ ശീലിക്കാത്ത ആളുകൾക്ക് അഅ്ബുദു ആദ്യത്തേത് ഹംസയാണ് പിന്നെ ഐൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വീണ്ടും വലാ അൻതും വലാ ലാമിന് മദ് വേണം അൻതും സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം താ ആയതുകൊണ്ട് അൽ ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക വലാ അൻതും വലാ അൻതും ആബിദൂന മാ അൻതും എന്നതിലെ മീം സുക്കൂൻ ചെയ്ത നൂൻ മീം വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം അൻതും എന്ന് മണിക്കാനൊന്നും പാടില്ല അൻതും ആബിദൂന മാ അഅ്ബുദു വീണ്ടും മാ എന്നതിന് മദ് കൊടുക്കണം നീട്ടി ഉച്ചരിക്കണം അഅ്ബുദ് ദാലാവുമ്പോ എങ്ങനെ നിർത്തണം അഅ്ബുദ് അഅ്ബുദ് നിർത്താൻ പാടില്ല അഅ്ബുദ് എന്ന് ദാല് വ്യക്തമായി കേൾക്കണം വീണ്ടും വലാ ലാമിന് മദ് കൊടുക്കണം എന്താ കാരണം ശേഷം ഹംസ ആയതുകൊണ്ട് ലാമ് നീട്ടാനുള്ള അലിഫിന് ശേഷം ലാ എന്ന് നീട്ടാൻ ഒരു അലിഫുണ്ടല്ലോ അതിനുശേഷം വീണ്ടും അഅ്ബുദിൻ അനയുടെ ഹംസ അന അനാന്ന് നീട്ടാൻ പാടുണ്ടോ പാടില്ല അന അവിടെ എഴുതുമ്പോ ഞാന്ന് ഒരു അലിഫ് കൊടുക്കും പക്ഷേ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് അന അങ്ങനെ ചില വാക്കുകളുണ്ട് അല്ലേ ദാവൂദ് എന്ന് എഴുതുമ്പോ ദാല് അലിഫ് വാവ് പിന്നെ ഒരു വാവും കൂടി വേണം വായനയുടെ ആശയപ്രകാരം എന്നാൽ എഴുതുമ്പോ ആ വാവ് എഴുതൂല ഖുർആനിൽ ചെറിയൊരു വാവിട്ടുണ്ടാവും അത് വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാവ് പാടില്ല ഒറ്റ വാവ് മാത്രമേ പാടുള്ളൂ ദാവൂദ് ദാവൂദ് അതുപോലെ അമ്ര എന്ന പേര് അമ്രിന്റെ അവസാനം ഐൻ മീം റാ പിന്നെ ഒരു വാവും കൂടി കാണാം അപ്പൊ അമ്ര തന്നെയാണ് വായിക്കേണ്ടത് പിന്നെ എന്തിനാണ് ആ വാവ് അത് ഉമറും അമ്രും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എഴുതുന്ന രണ്ടും ഒരുപോലെയാണ് ഹർക്കത്ത് ഇടാറില്ല മുമ്പ് അപ്പോ അമ്രും ഉമറും തിരിച്ചറിയാൻ വേണ്ടി അമ്രിന്റെ റായിന് ശേഷം ഒരു വാവ് കാണും ഹാഗ എഴുതുമ്പോ ഹാക്ക് അലിഫ് കൊടുക്കൂല കൂട്ടി നേരെ ദാലിൽ എഴുതാണ് ചെയ്യുക പക്ഷെ വായിക്കേണ്ടത് ഹാദാന്നാണ് ഹാദാന്ന് വായിക്കാൻ പറ്റൂല ഹാദ ഖുർആനിൽ തിരിച്ചറിയാൻ വേണ്ടി വായിക്കാനുള്ള സുഹൃത്തിന് വേണ്ടി ചെറിയൊരു അലിഫിട്ടത് കാണാം അതുപോലെ തന്നെ ദാവൂദിന് കാണാം അന എന്നത് നൂനിന് ശേഷം അലിഫില്ലേ നൂനോട് ചേർത്ത് അലിഫുണ്ട് പക്ഷെ അനാന്ന് വായിക്കാൻ പാടില്ല അന വലാ അന ആബിദും ഈ ചെറിയ സുഹൃത്തുക്കൾ പൊതുവെ ആരും അനാന്ന് ഓതാറില്ല പക്ഷെ ഖുർആന്റെ വേറെ സ്ഥലത്ത് അനാന്ന് വന്നാൽ പലരും അനാന്ന് വായിക്കുന്നത് കാണാം അന എന്ന് മാത്രമേ വായിക്കാൻ പാടുള്ളൂ വലാ അന ആബിദും മാ ആബിദുൻ മാ അങ്ങനല്ലേ കൂട്ടി ഓതുമ്പോ എന്താവും ആബിദും മാ മീമിലേക്ക് ലയിപ്പിച്ചുച്ചരിക്കുക അബത്തും അബദുതും അബദുതും എന്നാൽ ശബ്ദത്തിൽ ചില സാമ്യതകളുള്ള അക്ഷരങ്ങൾ തമ്മിലും കൂട്ടി ഉച്ചരിക്കും രണ്ടും ഒന്നാക്കി ഉച്ചരിക്കും അബത്തും അവിടെ ദാല് നമ്മൾ കേൾപ്പിക്കുന്നില്ല പിന്നെ ഏതാ കേൾപ്പിക്കുന്നത് താല താ അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാം ഒരേ അക്ഷരങ്ങളായിരിക്കണം എന്നില്ല ശബ്ദത്തിൽ സാമ്യതയുള്ള രണ്ടക്ഷരങ്ങൾ വന്നാൽ എന്താക്കും ഒന്ന് മുങ്ങിപ്പോവും അടുത്തൊരു ഉച്ചരിക്കും അതിനുള്ള ഉദാഹരണമാണ് വലൗ അന്നഹും ഇളലമു അല്ലെ ഇളലമു ഇളലമു എന്നാണ് അവർ ആ അക്രമം ചെയ്ത സന്ദർഭത്തിൽ ഇത് വലമു പക്ഷെ ദാൽ എന്നതും ലാ എന്ന അക്ഷരവും തമ്മിൽ ശബ്ദത്തിൽ സാമ്യതയുണ്ട് അതുകൊണ്ട് ദാൽ ഉച്ചരിക്കൂല പിന്നെ നേരെ ലായിന് ശബ്ദം കൊടുക്കും ഇളലമു അതുപോലെയാണ് ഇവിടെ ദാൽ ഉച്ചരിക്കാതെ തായിന് ശബ്ദം കൊടുത്ത് ഉച്ചരിക്കുക ദാ കേൾപ്പിക്കൂല അബത്തും അബദുത്തും എന്നാണ് യഥാർത്ഥത്തിൽ അബത്തും വലാ അൻതും നേരത്തെ പറഞ്ഞതാണ് വലാ ലാമിന് മദ് അൻതും അൻത അൻതും ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ എവിടെ വന്നാലും അവിടെ ഒന്ന് മണിച്ച് അവ്യക്തമാക്കി ഉച്ചരിക്കണം അറബി സാധാരണ സംസാരിക്കുമ്പോഴോ വേറെ എന്തെങ്കിലും ഖുർആൻ അല്ലാത്ത വേറെങ്കിലും ഓതുമ്പോഴോ ഇത് ആവശ്യമില്ല ഖുർആന് മാത്രമാണ് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ സുക്കൂൻ ചെയ്ത മീം
രണ്ട് പ്രാവശ്യം വന്നില്ലേ ഈ ആയത്തിൽ ലക്കും അവിടെ സുക്കൂൻ ചെയ്തു. പിന്നെ ദീനുക്കും വലിയ ദീൻ അവിടെ സുക്കൂൻ ചെയ്ത ന്യൂനിനുള്ളതുപോലെ മണിക്കലൊന്നും പറ്റൂല. ലക്കും എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. പ്രത്യേകിച്ച് ദീനുക്കും എന്നത് കാരണം സുക്കൂൻ ചെയ്ത ന്യൂനിന് ശേഷം വാവോ ഫാവോ വന്നാൽ നന്നായി വെളിവാക്കി ഉച്ചരിക്കണം എന്നാണ് തജ്വീദിലെ ഒരു നിയമം. ഇത് ശ്രദ്ധിച്ചാൽ മതി. ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ രണ്ടും കൂടി കലരാൻ പാടില്ല. അങ്ങനെ ഇത് ഈ നിയമങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് ശ്രദ്ധിച്ചൊരു പ്രാവശ്യം കൂടി ഓതും. قل يا أيها الكافرون قل يا أيها الكافرون لا أعبد ما تعبدون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبد لكم دينكم ولي دين. لكم دينكم ولي دين. ഈ സൂറത്തിന്റെ ചില പ്രത്യേകതകൾ ആദ്യം തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് വായിക്കാം. ثبت في صحيح مسلم عن جابر أن رسول الله صلى الله عليه وسلم قرأ بهذه السورة وبقل هو الله أحد في ركعتي الطواف. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദും തവാഫിന്റെ 2 റക്അത്തിൽ ഓതാറുണ്ടായിരുന്നു. തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ ആദ്യത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നു. ഈ 2 സൂറത്തുകളും യോജിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ പല സന്ദർഭങ്ങളിൽ ഒന്നാണിത്. വഫീ സഹീഹ് മുസ്ലിമിൻ, സഹീഹ് മുസ്ലിമിൽ തന്നെ من حديث أبي هريرة أن رسول الله صلى الله عليه وسلم قرأ بهما في ركعتي الفجر. رسول الله صلى الله عليه وسلم ഏറെ ശ്രേഷ്ഠതകൾ പറയപ്പെട്ട നിസ്കാരമാണ് സുബ്ഹിന്റെ മുന്നേ ഉള്ള 2 റക്അത്ത്. ആ 2 റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ആദ്യത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാറുണ്ടായിരുന്നു. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 സുന്നത്തുകളാണ് തഹജ്ജുദും പിന്നെ സുബ്ഹിയുടെ മുൻപുള്ള 2 സുന്നത്തുകളും. ബാക്കി റവാത്തിബുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഒഴിവാക്കാറായിരുന്നു പതിവ്. ആ ഒഴിവാക്കലിലും മാതൃകയുണ്ട്. വറവ അഹ്മദ് അൻ ഇബ്നു ഉമർ ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമഖ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 1 മാസം ഞാൻ വീക്ഷിച്ചു, റസൂലുള്ളാഹിനെ ഞാൻ ശ്രദ്ധിച്ചു ഒരു വിഷയത്തിൽ. ഏതാണത്? വകാന യഖറഉ ഫി റക്അതൈൻ ഖബ്ല അൽ ഫജ്ർ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. 1 മാസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ നബി ആദ്യത്തെ 2ലും ഈ സൂറത്തുകളാണ്, ഞാൻ പറഞ്ഞ സൂറത്തുകളാണ് ഓതാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ ചിലപ്പോൾ കുറച്ചൊച്ച കൂട്ടി ശബ്ദം ഉയർത്തി ഓതാറുണ്ടായിരുന്നു. ചില പതുക്കെ നിസ്കരിക്കുന്ന നമസ്കാരങ്ങളുണ്ടല്ലോ, ദുഹർ അസ്ർ, അതിലും ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കേൾക്കത്തക്ക ഓതാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3ഉം 4ഉം റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നു എന്ന് സഹാബിമാര് പറയാറുള്ളത്. അങ്ങനെ സഹാബിമാർ അങ്ങനെ കേട്ടതുകൊണ്ടാണ്, അങ്ങനെ കേൾപ്പിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. അതുപോലെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ജിഅ്തു നബിയെ, ഞാൻ വന്നിരിക്കുന്നത് ലിതുഅല്ലിമുനി ഷൈഅൻ അഖൂലുഹു ഇൻദ മനാമി,
നബി അങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ചൊല്ലാനുള്ള എന്തെങ്കിലും. ഖാല റസൂലുള്ളാഹി പറഞ്ഞു ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ثم نم على خاتمتها فإنها براءة من الشرك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നീ ഏത് സൂറത്ത് ഓതുക? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. എന്നിട്ട് അത് അവസാനിപ്പിച്ചിട്ട് നീ ഉറങ്ങുക. അത് നിനക്ക് ബറാഅത്തുൻ മിന ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള നീ ഒഴിവാകുന്നതാണ്. ഷിർക്കിൽ നിന്നുള്ള നിന്റെ ബറാഅത്ത് പ്രഖ്യാപിക്കലാണ് ആ സൂറത്ത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധവിച്ഛേദനം. ഞാൻ ഷിർക്കുമായി അകലെയാണ്, ഞാൻ വിദൂരത്താണ്, എനിക്ക് ബന്ധമില്ല എന്ന ഷിർക്കിനോടുള്ള ബന്ധം മുറിക്കൽ പ്രഖ്യാപിക്കലാണ് ഈ സൂറത്ത്, അല്ലേ? കാഫിറുകളോട് പറയുക നബിയെ കാഫിറുകളോട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂൻ. ഇത് അവരോടുള്ള പ്രഖ്യാപനമാണ്. നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞു അവരിൽ ഭൂരിഭാഗവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അവനിൽ പങ്കു ചേർത്തിട്ടല്ലാതെ. അപ്പൊ അവരുടെ ആരാധന അല്ലാതായി മാറുന്നു. അള്ളാഹുവിന് അവർ നേർച്ച കൊടുക്കാറുണ്ടായിരുന്നു, അല്ലെ? ഹറസും അൻആമും, അവരിലെ കാർഷിക വിളകളും കാൽ സമ്പത്തും ഒക്കെ അള്ളാഹ്ക്ക് അവർ നേർച്ചയാക്കാറുണ്ടായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി പല ഇബാദത്തും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ശിർക്കോടുകൂടി അവരുടെ എല്ലാ ഇബാദത്തും പൊളിഞ്ഞുപോയി. ആ അർത്ഥത്തിലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് പ്രാർത്ഥിച്ചെന്താ? അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ ലൻ തുഅബദ്, ഇനി നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ള ആരാധനയാണ്, ഇബാദത്താണ് യഥാർത്ഥത്തിലുള്ള ഇബാദത്ത്, മറ്റേത് ഇബാദത്തല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇല്ലാ ലിവഹിദൂൻ, എനിക്ക് മാത്രമാക്കാൻ ഇബാദത്ത്, അതേ ഇബാദത്താവുള്ളൂ, മറ്റേത് യഥാർത്ഥത്തിൽ ഇബാദത്തല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതകൾ ഈ സൂറത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഈ പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഒരുപാട് ദിക്റുകളുണ്ടല്ലോ. ഉള്ള പുസ്തകങ്ങളുണ്ട്, ഇല്ല ചില പുസ്തകങ്ങളിൽ ഇല്ല. അതാണ് ചില ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അല്ലെ? അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, അതുപോലെ 3 സൂറത്തുകൾ കയ്യിൽ തടവുക, അതുപോലെ പിന്നെ പ്രാർത്ഥനകൾ, പിന്നെ സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും, അതുപോലെ തന്നെ ഇതും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഇപ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത ആളുകൾ ഇന്നു മുതൽ ഇതും കൂടി ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞ സംഭവം ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് പല പുസ്തകങ്ങളിലുമായി. ഇത് ഈ സൂറത്തിന്റെ സബബുൻ നുസൂൽ, ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യം അങ്ങനെ കണ്ടിട്ടില്ല. തഫ്സീറുകൾ ഇപ്പോൾ നാം ഖുർത്തുബിയുടെ തഫ്സീറും ഇബ്നു കസീറും സഅദിയും ഞാൻ ഈ സൂറത്തിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ട്. അതിലൊന്നും കണ്ടിട്ടില്ല. അല്ലാഹു ആലം, അത് നോക്കണം. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഇത് പ്രത്യേകമാക്കൽ അങ്ങനെ നബിചര്യയുണ്ടോ എന്നുള്ള കാര്യം. അസ്സബബുൽ അവ്വൽ, ഇതിൽ ഒന്നാമത്തെ കാരണമായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളത് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് എവിടെയായിരിക്കും? മക്കയിലാണ്. മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട്, മുശ്രിക്കുകളെ ചില നേതാക്കന്മാർക്ക് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നീ കുറച്ചു കാലം നമ്മുടെ ബിംബങ്ങൾ ആരാധിക്കാം, നമ്മളല്ലാതെ ആരാധിക്കാം, അങ്ങനെ ഒരു നീക്കുപോക്കിൽ അങ്ങ് പോകാം എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അതുപോലെ മറ്റൊന്ന് ഇമാം ഖുർത്തുബി തന്നെ പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുകയാണ്. അന്നഹും ഖാലു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, ലൗ ഇസ്തലംത ബഅദ ഹാദിഹിൽ ആലിഹ ലസദ്ദഖനാക്. ലൗ ഇസ്തലംത, നബിയെ താങ്കൾ ഇസ്തിലാം നടത്തിയത്, നമ്മൾ ഇസ്തിലാം ചെയ്യൂലേ, ഹജറുൽ അസ്വദ് ഇസ്തിലാം എന്ന് പറഞ്ഞാൽ എന്താ? ചുംബിക്കലും ഇസ്തിലാമാണ്, കൈകൊണ്ട് തൊടൽ ഇസ്തിലാമാണ്, കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചാലും അതിന് ഇസ്ലാം എന്ന് പറയും. അങ്ങനെ ഇതിലെന്തെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആലിഹത്തിനെ, ഏതെങ്കിലും ഒരു
ആരാധ്യരോട് നീ കാണിച്ചാൽ ലസദ്ദഖനാക്, ഞങ്ങൾ നിന്നെ സത്യപ്പെടുത്താം, നീ നബിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. ഈ പറയുന്ന ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മൾ അംഗീകരിച്ചേക്കാം. فنزل جبريل على النبي صلى الله عليه وسلم بهذه السورة. അപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഈ സൂറത്തുമായി ഇറങ്ങുകയാണ്. ഫയഇസൂ അൻ, അപ്പോൾ അവർ നിരാശരായി, അത് നടക്കൂല അവർക്ക് മനസ്സിലായി. വആദൗ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ തുടങ്ങി. വആദൗ അസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയും അവർ ദ്രോഹം തുടങ്ങി. അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല എന്ന് കണ്ടപ്പോൾ പിന്നെ അവർ ദ്രോഹം തുടങ്ങി. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൂറത്തിന്റെ തഫ്സീർ ചുരുങ്ങിയ നിലക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് ഉദ്ധരിക്കുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ലിൽ കാഫിരീന മുഅ്ലിനൻ വമുസ്രിഹൻ വമുസർരിഹൻ, നബിയെ കാഫിറുകളോട് പറയുക, മുഅ്ലിനൻ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുക അവരോട്, തുറന്ന പ്രഖ്യാപനമാണ്. മുസർരിഹൻ തുറന്നു പറയുക അവരോട്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ഐ തബറഉൻ മിമ്മാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ളാഹിറൻ വബാത്തിന. ഇത് അവർ ആരാധിക്കുന്ന അല്ലാഹുവിന് പുറമെ അവരെ ഇബാദത്ത് ചെയ്യുന്ന ആരാധ്യരിൽ നിന്നുള്ള വിട പറയലാണ്, ബന്ധം ഇല്ലെന്ന് പറയലാണ്. ളാഹിറൻ വബാത്തിന, ഉള്ളുകൊണ്ടും പുറമേക്കും, പുറത്തു പറയണമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അല്ലേ. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ കൂടെ വിശ്വസിച്ചവരും മുശ്രിക്കുകളോട് ഖൗമിനോട് പറഞ്ഞത്, ഇന്ന ബുറആഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, ബന്ധമില്ല, ഞങ്ങൾ നിങ്ങളും തമ്മിൽ ബന്ധമില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന അവരോടും, ആരൊക്കെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നോ അതിനോടെല്ലാം, കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. വബദാ ബൈനനാ, വബദാ വെളിപ്പെട്ടിരിക്കുന്നു, ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ, അൽ അദാവതു വൽ ബഗ്ദാ, ശത്രുതയും വിദ്വേഷവും വെളിപ്പെട്ടിരിക്കുന്നു. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, അബദൻ, എല്ലാ കാലത്തേക്കും നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ, അവരിൽ മാത്രം വിശ്വസിക്കുന്നത്. എന്താണ് കാരണം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നാം ജിന്നുകളെയും ഇൻസുകളെയും പഠിച്ചിട്ടില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാനല്ല, നമ്മുടെ ഇബാദുകളാകാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് അവരെ പഠിച്ച റബ്ബാണ് പറയുന്നത്, അള്ളാഹുവാണ് പറയുന്നത്. അവരുടെ സൃഷ്ടാവായ, അവരുടെയും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് വെറുപ്പാണത്. അള്ളാഹു വെറുക്കുന്നതിനോട്, അള്ളാഹു വെറുക്കുന്നവരോട് നമ്മൾ വെറുക്കുന്നു. മനസ്സിലായല്ലോ? അതിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാവരും അവർ ഹുറാണ്. ജനങ്ങളൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്വതന്ത്രരാണ്. അവർക്ക് ഇഷ്ടമില്ല ഇത് സ്വീകരിക്കാം എന്ന് പറയുന്നത് ശരിയല്ല. സ്വാതന്ത്ര്യമില്ല അവർക്ക്. മനുഷ്യർ തോന്നിയത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അവനെ പഠിച്ച റബ്ബ് പറഞ്ഞത് വിശ്വസിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമിർതു അൻ ഉഖാതില അന്നാസ് ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരേക്കും യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാഫിറുകളോട്. ആരാ യുദ്ധം ചെയ്യേണ്ടത്? അതിന് നമസ്കാരത്തിന്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നിസ്കാര ഇബാദത്താണല്ലോ നമസ്കാരം. എന്നാൽ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ച നിസ്കാരം ബാത്തിലാവും എന്നതുപോലെ ജിഹാദിന് ശുറൂത്തുണ്ട്, നിബന്ധനകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഷർത്താണ് ഒരു വലിയ ഭരണാധികാരി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ഭരണാധികാരിയുടെ കീഴിലല്ലാതെ എന്തില്ല? ജിഹാദില്ല. ഒരു അമീർ എന്തായാലും ഉണ്ടായിരിക്കണം. വേറെയും ഒരുപാട് ശുറൂത്ത് അതിനുണ്ട്. അങ്ങനെ ഉണ്ടായാൽ എന്ത് വേണം? കാഫിറുകളോട് അവർ വിശ്വാസികളാകുന്നത് വരേക്കും യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിന്, മുസ്ലിം ഉമ്മത്തിന് ജിസിയ കൊടുത്തിട്ട് ഇരിക്കാം. ബാക്കിയുള്ളവർ, കൊല്ലപ്പെടാത്ത ആളുകൾ മുസ്ലിങ്ങളുടെ അടിമയായി മാറും. എന്താണ് കാരണം?
അവർ അള്ളാഹുവിന്റെ ഇബാദാകാൻ വിസമ്മതിച്ചു. അപ്പൊ അവർ അള്ളാഹുവിന്റെ ഇബാദിന്റെ ഇബാദായി മാറും, അള്ളാഹുവിന്റെ അടിമകളുടെ അടിമയായി മാറും. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനം. അതല്ലാത്ത വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് ഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യുക. ഖാതിലുൽ മുശ്രിക്കീന കാഫ, മുശ്രിക്കുകളോട് എല്ലാവരോടും യുദ്ധം ചെയ്യുക. ഫിത്ന അവസാനിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക. എന്താണ് ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ? ഷിർക്കാണ്. ഷിർക്കല്ല എന്ന് ചിലത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഷിർക്കാണ്. ഹത്താ ലാ തകൂന ഫിത്നതൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്, ദീൻ മുഴുവൻ അല്ലാഹുവിന് ആകുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാം. പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് യുദ്ധം എന്നാണ് ചിലർ വിചാരിച്ചിട്ടുള്ളത്. തെറ്റാണത്. സഹാബിമാരുടെ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? ഇസ്ലാം എല്ലാ നാടുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവർ പോകും, ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം പറയും. ഫലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളതോ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ടത്. എന്താണത്? ഖിതാലിനുള്ള ആയത്തുകൾ കൊണ്ട് ഈ ആയത്ത് നുസ്ഖ ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? ചില ആളുകൾ ഇത് ഓതി പ്രസംഗിക്കും. എന്തൊക്കെ വിഡിത്താണ് പ്രസംഗിക്കുന്ന ആളുകളെ സോപ്പിടാൻ വേണ്ടി, മതേതരവാദികളെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, ഇവിടുത്തെ മറ്റുള്ള ആളുകളൊക്കെ സോപ്പിടാൻ വേണ്ടി ഇസ്ലാമിന് എതിരായ കാര്യം പ്രസംഗിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന് ഹദീസിനെതിരായ കാര്യം. സഹോദരൻ, അള്ളാഹുവിന്റെ ദീനാണ്, അവരെ പടച്ച അള്ളാഹുവാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? കാഫറുകളെയും നമ്മളെയും പടച്ച റബ്ബാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അള്ളാഹിന് പറയാൻ അവകാശമില്ലേ? ഉണ്ട്. അവന്റെ ദീനാണിത്. അവന്റെ ദീനിൽ എത്താത്തവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. അതിന് ഷുറൂത്തുള്ള നിബന്ധന ഉണ്ട്. നമ്മളോട് പോയി അങ്ങനെ ചെയ്യാനല്ല അത്. അതിന്റെ നിബന്ധനകൾ, ആ നിബന്ധനകൾ ഒത്തുവന്നാൽ ചെയ്യണം, യാതൊരു തർക്കമില്ല. അപ്പൊ അങ്ങനെ ആളുകളെ സോപ്പടിക്കാൻ വേണ്ടി ഉള്ള കാര്യമില്ല എന്ന് പറയാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞത് ഖിതാലിന്റെ ആയത്ത് കൊണ്ട് ആ ആയത്ത് ദുർബലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ആശയം ജിസിയ തന്നാൽ പിന്നെ പ്രശ്നമില്ല എന്നാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ നുസ്ഖില്ലേ ഉണ്ടല്ലോ, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളല്ലേ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഒരു ആയത്തും നാം നുസ്ഖ് നടത്തുന്നില്ല. നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വിധി ദുർബലപ്പെടുത്തി ഒരു പുതിയ വിധി അള്ളാഹു കൊണ്ടുവരിക. അല്ലെങ്കിൽ ആയത്ത് മറപ്പിക്കുന്നില്ല, അതിനേക്കാളും നല്ലത് നാം കൊണ്ടുവന്നിട്ടല്ലാതെ, അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടുവന്നിട്ടല്ലാതെ. നീ അറിയുന്നില്ലേ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ നസ്ഖുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് ശരി. ഏതിലാണ് നസ്ഖുണ്ടാകുക? അള്ളാഹു ഒരു കാര്യം നമുക്ക് അറിയിച്ചു തന്നു, ഇതിങ്ങനെയാണ് പണ്ട് നടന്നത്, പിന്നെ അള്ളാഹു തിരുത്തിയേ ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണോ നസ്ഖ്? അല്ല. ഉലമാക്കൾ വിശദീകരിച്ചു, അഹ്കാമിലാണ് നസ്ഖ് ഉണ്ടാകുക. ആദ്യം ഒരു കാര്യം ഹലാലായിരിക്കും, ചിലപ്പോൾ പിന്നെ അത് അള്ളാഹു ഹറാമാക്കും. അത് അള്ളാഹുവിനാണ് അറിയുന്നത് നമുക്ക് ഏതാണ് ഖൈർ, അതിൽപ്പെട്ടതാണ്. അതിന്റെ പല ഉദാഹരണങ്ങളുണ്ടല്ലോ. എന്തൊക്കെ ഉദാഹരണങ്ങൾ! ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ആരാ പരസ്പരം കല്യാണം കഴിച്ചത്? സഹോദരനും സഹോദരിയല്ലേ? അല്ലേ? അവർക്കവിടെ വിവാഹബന്ധം ആ സമയത്ത് വേറെ ആരാളുള്ളത്? പെണ്ണുങ്ങളാരാളുള്ളത്? ആദനബിന്റെ മക്കളല്ലാതെ, സഹോദരൻ സഹോദരി അല്ലാതെ. അവിടെ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല ആ നിയമം മാറ്റി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു മകൻ അറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അറക്കലാണ് അവിടുത്തെ ഹുക്കും. പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? നസ്ഖ് നടത്തിയത്. അറക്കണ്ടെന്ന് പറഞ്ഞു. ഇബ്രാഹിം നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് നസ്ഖ്. ഇബാദുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് നസ്ഖ് ഉള്ളത്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ആ വിധി എന്താക്കി? അള്ളാഹു നസ്ഖ് നടത്തി. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഖിബില മാറ്റം, അല്ലേ, മദ്യം, എന്തൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഖിതാലിന്റെ വിഷയവും. അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം മുശ്രിക്കുകളോട്, കാഫിറുകളോട് ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഫഅഫൂ വസ്ഫഹൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലേ? വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫൂ വസ്ഫഹൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹു പറഞ്ഞു, കാഫറുകളിൽപ്പെട്ട, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളെ വീണ്ടും കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? അവരുടെ ദീനിനോടുള്ള മതിപ്പാണോ? ഹസദൻ, അസൂയുണ്ട്. അൻഫുസിഹിം, അവർക്ക് നിങ്ങളോടുള്ള അസൂയ ഉണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവരോട് മാപ്പ് കൊടുത്തേക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് വരെ, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ. എന്താണ് അവന്റെ കൽപ്പന? അത് ഖിതാലാണ്. അത് പിന്നീട് അള്ളാഹു കൊണ്ടുവന്നു. മാപ്പല്ല, അവരോട് യുദ്ധം ചെയ്യാൻ, കാഫിറുകളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പന കൊണ്ടുവന്നു. ആ കൽപ്പനകൾ കൊണ്ട് നുസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളാണ്
ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലെങ്കിൽ അതിന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ള ജിസിയ തന്നാൽ പിന്നെ അങ്ങനെയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഉമിർതു അൻ ഉഖാതില അന്നാസ് ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേക്കാൾ ലാഹിറായ എന്ത് ഹദീസാണുള്ളത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ചില ജനങ്ങളെ കൊണ്ട് അത്ഭുതപ്പെടുന്നു, അള്ളാഹു അജബായിരിക്കുന്നു. അള്ളാഹിന്റെ അജബ് നമ്മളെ അജബ് പോലെയല്ല, അങ്ങനെ ധരിക്കാൻ പാടില്ല. അള്ളാഹു ചില ആളുകളെ അവരുടെ അവസ്ഥ കൊണ്ട് അള്ളാഹു അജബായിരിക്കുന്നു. ചങ്ങലകളിൽ വന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. അങ്ങനെ ചങ്ങലകളിൽ വന്നവർ സ്വർഗത്തിലേക്ക് പോകുന്നു, ബന്ധനസ്ഥരായി വന്നു. എന്താണ് അതിന്റെ ആശയം? എന്താ? മുസ്ലിമീങ്ങൾ മറ്റുള്ള കാഫറുകളുടെ രാജ്യങ്ങൾ അത് കീഴടക്കി കുറെ ആളുകളെ കൊല്ലും, കുറെ ആളുകൾ എന്ത് ചെയ്യും? ബന്ദികളാക്കി പിടിക്കും. ബന്ദികളായി ജീവിച്ച് അടിമകളായി ജീവിച്ച് മുസ്ലിങ്ങളുടെ കൂടെ കൂടി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിനെ ഇസ്ലാമിനോട് ഇണക്കമുണ്ടാക്കി കൊടുക്കും. അവർക്ക് ഇസ്ലാമെ മനസ്സിലായി, മുസ്ലിങ്ങളായി, എന്നിട്ട് അവർ സ്വർഗത്തിൽ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവർ വന്നതെങ്ങനെ? വെറുത്തുകൊണ്ടാണ് അല്ലെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. പക്ഷെ പിന്നീട് അവരുടെ ഖൽബിന് ഇസ്ലാമിനോട് ഇണക്കം കിട്ടി. അള്ളാഹു ആ ആളുകളെ കുറിച്ച് അത്ഭുതപ്പെടുന്നു, ചങ്ങലകളിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എങ്ങനെയത് വന്നത്? എങ്ങനെയതുണ്ടായത്? അത് ഈ ഖിതാലിനുള്ള തെളിവല്ലേ? അത് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെ വളച്ചിട്ട് ഇസ്ലാമിക ദഅവത്ത് നടത്തലാണ്. ശരിയല്ല അതൊരിക്കലും. ഇസ്ലാമെ മറച്ചു വെച്ചിട്ട് ഇസ്ലാം ദഅവത്ത് നടത്താൻ, ഇസ്ലാമിനെ വളച്ചൊടിച്ച് ദഅവത്ത് നടത്തരുത്. നിങ്ങൾക്കത് ഒരു സന്ദർഭത്തിൽ ഒരാളെ കണ്ടുടനെ ഇതാണ് പറയേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല. അത് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ വളച്ചൊടിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. ഇതിങ്ങനെയല്ല, ആർക്കും എന്ത് വേണമെങ്കിൽ സ്വീകരിക്കാം. ഏത് കാഫറിന് ഏത് അവന്റെ വിശ്വാസം സ്വീകരിച്ച് ഏത് ബിംബത്തിനെ ആരാധിക്കാം. മുസ്ലിങ്ങൾ ഇങ്ങനെയാ ക്കും ദീനുക്കും വലിയ ദീൻ. ആയത്തിന്റെ തഫ്സീർ അങ്ങനെയാണോ? അല്ല, നുസ്ഖ ചെയ്യപ്പെട്ട ആയത്തിൽപ്പെട്ട ആയത്താണതെന്ന് ഫസ്സറുകൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ല, നിങ്ങൾ ചെയ്തോളൂ, നമ്മളിങ്ങനെ പോയിക്കോളാം എന്നുള്ളത് ആ നിലക്കല്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകളും വലിയ വലിയ ദായിമാരായി അറിയപ്പെടുന്ന ആളുകൾ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്. വിവരക്കേട് കൊണ്ട് പ്രസംഗിക്കാൻ പലതും. ഇസ്ലാമിന്റെ അടിസ്ഥാനം പോലും മനസ്സിലാക്കാതെയാണ് ആളുകൾ പലരും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി പറയുകയാണ്, ലിഅദമി ഇഖ്ലാസികും ഫീ ഇബാദതിഹി. നിങ്ങൾ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നവനെ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ലിഅദമി ഇഖ്ലാസികും ഫീ ഇബാദതിഹി. നിങ്ങളുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ല, അള്ളാഹ്ക്ക് മാത്രമാവുക എന്ന അവസ്ഥ ഇല്ല. അപ്പൊ ഫലത്തിൽ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നില്ല. ഫഇബാദതുകും ലഹുൽ മുഖ്തരിന ബിശ്ശിർക്ക് ലാ തുസമ്മ ഇബാദ. ശിർക്ക് കൂടിക്കലർന്ന നിങ്ങളുടെ ഇബാദത്തുണ്ടല്ലോ, ശിർക്ക് എന്ന മായം നിങ്ങളുടെ ഇബാദത്തിൽ കലർന്നിരിക്കുന്നു, അതുകൊണ്ട് അതിനെ ഇബാദത്ത് എന്ന് തന്നെ പറയാൻ പാടില്ല. ثم كرر ذلك ليدل الأول على عدم وجود الفعل والثاني على أن ذلك قد صار وصفا لازما. ഇത് ഈ കാര്യം, രണ്ട് കാര്യം അള്ളാഹു ഈ സൂറത്തിൽ ആവർത്തിച്ചു പറഞ്ഞു അല്ലേ? എന്താണത്? ഒന്ന്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതേ കാര്യമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? വലാ അന ആബിദും മാ അബദ്തും അല്ലേ? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നതും വലാ അന ആബിദും മാ അബദ്തും എന്നതും ഒരേ വാക്കർത്ഥമാണ്. അതുപോലെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, അങ്ങനെ തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചു. ഇതെന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഒരഭിപ്രായം ചില മുഫസ്സിറുകൾക്ക് വ്യത്യസ്തമായതല്ല, എല്ലാം ശരി തന്നെയാണ്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നിതാണ്, അതായത് ഒന്നാമത്തേത് ഞാൻ ചെയ്യില്ല എന്നറിയിക്കാൻ വേണ്ടി, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, നിങ്ങളും അത് ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ എന്താണ്? എനിക്ക് ചേർന്നതല്ല അത്, എനിക്ക് പറ്റിയതല്ല അത് എന്ന് പറയാൻ വേണ്ടി. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളത് ചെയ്യില്ല, നിങ്ങൾക്കത് യോജിച്ചതുമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് യോജിച്ചതല്ല എന്ന് പറയാൻ. ولهذا ميز بين الفريقين وفصل بين الطائفتين فقال لكم دينكم ولي دين. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 സംഘങ്ങൾക്കിടയിൽ വേർതിരിച്ചിട്ടുള്ളത്.
ഈ രണ്ട് വിഭാഗങ്ങൾ രണ്ടും രണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലക്കും ദീനുക്കും വലിയ ദീൻ കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലത്തി, എല്ലാവരും അവരുടെ അവസ്ഥക്കനുസരിച്ചുള്ളത് പ്രവർത്തിക്കുന്നു. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു അൻതും ബരീഊന മിമ്മാ അഅമൽ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാണ്, നിങ്ങൾ വിദൂരത്താണ്. വഅന ബരീഉൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാനും ഒഴിവാണ്, ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിലാണെങ്കിൽ ഈ ആയത്ത് എന്തല്ല, നിസ്ഖ ചെയ്യപ്പെട്ടതല്ല. എന്നാൽ നിങ്ങൾ ഇപ്പൊ ചെയ്തോളൂ, അനുവാദം എന്ന അർത്ഥത്തിലാണെങ്കിൽ നിസ്ഖ ചെയ്യപ്പെട്ടതാണ് എന്ന് മുഫസ്സിറുകൾ വ്യക്തമായി ഈ ആയത്തിനെ കുറിച്ച് ലക്കും ദീനുക്കും എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ സൂറത്ത് തുടങ്ങുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടാണ്. ആരാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കാൻ പറയുന്നത്? കാഫിറുകളെയാണ്. ഖുൽ, നബിയെ വിളിച്ചു പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ലോകത്തിലെ എല്ലാ കാഫിറും പെട്ടു. അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മുഖാതബതൻ ലിമൻ സബഖ ഫി ഇൽമില്ലാഹി തആല അന്നഹു സയമൂതു അലാ കുഫ്രിഹി. എന്നാൽ ഈ ആയത്തിന്റെ മറ്റൊരു ഒരു നിലക്കുള്ള വിശദീകരണം എങ്ങനെയാണ്? അതായത് ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ ആരാധിക്കുന്നില്ല, ഇനി ആരാധിക്കൂല്ല, അല്ലേ? അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് അതിന്റെ തഫ്സീർ എങ്കിൽ പണ്ട് കാഫിറായി പിന്നെ മുഅ്മിനുകളാകുന്നവർക്ക് അത് ബാധകമാവോ? ഇല്ലല്ലോ, അവർ പിന്നെ അള്ളാഹിനെ ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അങ്ങനെ ആ തഫ്സീറിൽ അങ്ങനെ ഒരു തഫ്സീറും കൂടി ഉണ്ട്. ആവർത്തിച്ച് പറഞ്ഞതിന് എന്താണ് അർത്ഥം? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ഞാൻ ചെയ്യുകയില്ല, എനിക്കത് യോജിച്ചതുമല്ല. നിങ്ങളിത് ചെയ്യൂല, നിങ്ങൾക്കത് യോജിച്ചതല്ല. രണ്ടാമത്തെ എന്താണ്? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇത് ചെയ്യുന്നില്ല, ചെയ്യാനും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇത് ആരെ കുറിച്ചാണ്? കാഫിറായി തന്നെ മരിക്കും എന്ന് അള്ളാഹുവിന് മുമ്പേ അറിവുണ്ടായ ആളുകളെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമിൽ അവർ കാഫിറുകൾ തന്നെയാണ്. അബൂലഹബിനെ പോലെ, ഫിറഔനിനെ പോലെ, ഖാറൂനെ പോലെ അങ്ങനെയുള്ള അറിയപ്പെട്ട കാഫിറുകൾ. ഹാറൂനല്ല, ഖാറൂൻ ആരാ? മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച വലിയൊരു പൈസക്കാരനാണ്. ഫഹിയ മിനൽ ഖുസൂസില്ലദീ ജാഅ ബിലഫ്ദിൽ ഉമൂം, ഇത് വാക്ക് ആമാണ്, പക്ഷേ അതിലൊരു ഖാസിയത്തുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്, പക്ഷെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ ഒരു കാഫിറുകളാണ് ഉദ്ദേശിക്കുന്നത്. ആമിന്റെ അകത്തൊരു ഖാസ്, അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇത് ഇനി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് തന്നെ ബാക്കി വായിക്കാം. ഹാദിഹി സൂറ എന്താ അങ്ങനെ പറഞ്ഞാൽ, ഈ സൂറത്ത് സൂറത്തുൽ ബറാഅ, എന്തിന്റെ സൂറത്താണ്? ബന്ധവിച്ഛേദനത്തിന്റെ സൂറത്താണ്. ബന്ധമില്ല എന്ന് പറയുന്ന സൂറത്താണ്. മിനൽ അമലിൽ ലദീ യഅമലുഹുൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ ചെയ്യുന്ന അമലുമായി പ്രവൃത്തിയുമായി മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല എന്ന പ്രഖ്യാപനത്തിന്റെ സൂറത്താണ്. വഹിയ ആമിറത്തുൻ ബിൽ ഇഖ്ലാസി ഫീഹി, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ഇഖ്ലാസ് വേണം, അവന് വേണ്ടി മാത്രമായിരിക്കണം എന്ന് കൽപ്പിക്കുന്ന സൂറത്താണിത്. ഫഖൗലുഹു, അല്ലാഹുവിന്റെ ഈ വാക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ യശ്മലു കുല്ല കാഫിറിൻ അലാ വജ്ഹിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ കാഫിറുകളോടുമാണ്, ഭൂമിയിലുള്ള എല്ലാ കാഫിറുകളോടുമാണ്. വലാകിന്നൽ മുവാജഹൂൻ ബിഹാദൽ ഖിതാബ്, എന്നാൽ ഈ അള്ളാഹുവിന്റെ ഈ സംഭാഷണം, അതിന്റെ നേരെ സംഭാഷണം അഭിമുഖീകരിക്കുന്നത് ആരാണ്? ഹും കുഫാറു ഖുറൈശ്. ആരോടാണ്? ആദ്യം ആരോടാ? ഖുറൈശികളായ കാഫിറുകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച ആ കാഫിറുകളോടാണ്. വഖീല, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, ഇന്നഹും, ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, ഇന്നഹും മിൻ ജഹലിഹിം, ഞാൻ നേരത്തെ ഖുർത്തുബിന്ന് വായിച്ചു തന്നെയാണ്, ഇന്നഹും മിൻ ജഹലിഹിം, അവരുടെ വിവരക്കേട് കൊണ്ട്, വിഡ്ഢിത്തം കൊണ്ട്, ദഅഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബിയെ പോയി ക്ഷണിച്ചു, ഇലാ ഇബാദത്തി ഔസാനിഹിം സനതൻ, ഒരു കൊല്ലം എന്ത് ചെയ്യുക, നീ ഞങ്ങളുടെ ബിംബങ്ങൾ ആരാധിക്കുക. വയഅബുദൂന മഅബൂദഹു സനതൻ, ഒരു കൊല്ലം നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹനെ മാത്രം ആരാധിക്കാം എന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു ഹാദിഹി സൂറ, അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത് ഇറക്കി. വഅമറ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ അൻ യതബറഅ മിൻ ദീനിഹിം ബിൽകുല്ലിയ, ഈ സൂറത്തിൽ അള്ളാഹു അവന്റെ പ്രവാചകനോട് കൽപ്പിച്ചു അവരുടെ ദീനിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാണ് എന്ന് പറയുക, ഒരു നിലക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറില്ലെന്ന് പറയാം. ഫഖാല
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ യഅനി മിനൽ അസ്നാമി വൽ അൻദാദ്. അതായത് ബിംബങ്ങളോടും അള്ളാഹുവിന് പുറമെ അവർ വെച്ച സമന്മാരോടും. നോക്കണം എവിടെ ഇത് ഇറങ്ങുന്ന സൂറത്ത്? മക്കയിലെ സകല കാഫിറുകളുടെയും നടുവിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. എന്താ വിളിക്കുന്നത് തന്നെ? കാഫിറു യഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായി? കാഫിറുകൾ എടുത്തു പോയാൽ അവരെ നേതാക്കന്മാരെയും അവരെ കള്ളക്കഥയിലുള്ള കുറെ കഥാപാത്രങ്ങളെയും അവരുടെ വേദങ്ങളെയും ഒക്കെ പൊക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി കേൾക്കണമെന്ന് തോന്നുന്നു. ഓ, നമ്മളെ ദീനിലും കുറെ സത്യം കേട്ടോ. എന്നിട്ട് ഏതോ ഒരാള് ഏതോ കാലത്ത് ഈ വയല് കേട്ട് മുസ്ലിമായൊരു കഥ പറയും. എന്നാ കേട്ട ഭൂരിപക്ഷ ആളുകളോ എല്ലാത്തിനും സത്യമുണ്ട്, നമുക്ക് തോന്നിയ പോലെ ഇനിയിപ്പോൾ അള്ളാഹിനെ ആരാധിച്ച് പോയാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മതിയോ? എന്നിട്ട് ആരൊക്കെ ഉദ്ധരിക്കുന്നത്? കാഫിറുകളെ വലിയ വലിയ നേതാക്കന്മാരെ. സ്വാമി ദയാനന്ദ സരസ്വതി. ആരാ ഇയാളെന്നറിയോ? ഈ ആളാണ് ആരാണെന്നറിയോ? സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചക്ക് ചീത്ത വിളിച്ച് പുസ്തകം എഴുതിയ ആളയാൾ. പക്ഷെ അയാളുടെ വാദം എന്താ? വിഗ്രഹാരാധന തെറ്റാണ്. എന്തിനാണ് പറഞ്ഞത്? ഹിന്ദുക്കളെ നിങ്ങൾ ഈ ഇവിടുത്തെ വിഗ്രഹാരാധനയും ഇവിടുത്തെ ജാതീയതൊന്നും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് പോയേക്കണ്ട, ഇതിലുണ്ടത്. ഇതിലും നിങ്ങൾ ആരാധിച്ചാൽ മതി, പടച്ചവനെ മാത്രം ആരാധിച്ചാൽ മതി. റസൂൽ ആരാ? ഇവരുടെ നേതാവ് മുഹമ്മദ് ആരാ? അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ ആൾ. അയാളുടെ പേരും അയാളുടെ പുസ്തകം എടുത്തു പറഞ്ഞിട്ട് തൗഹീദ് സ്ഥാപിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ആ തൗഹീദ് അയാൾ മുസ്ലിം ആവുമോ? കാഫിറല്ലേ അയാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഈ ഉമ്മത്തിൽ ഒരു യഹൂദിയുമില്ല, ഒരു നസ്രാനിയുമില്ല, ഞാൻ വരികയും എന്നിട്ട് എന്റെ പേര് കേൾക്കുകയും ചെയ്തിട്ട് എന്നിൽ വിശ്വസിക്കാതവൻ മരിച്ചാൽ ഇല്ലാ കാനമിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിലായിട്ടല്ലാതെ. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കണം. നബി റസൂലുള്ള കൊണ്ടുവന്ന ശരീഅത്തിൽ വിശ്വസിക്കണം, എന്നാലേ മുസ്ലിം ആവുള്ളൂ. ഓന് തോന്നിയ പോലെ അള്ളാഹിനെ ആരാധിച്ചാൽ മതിയോ? ഈ സൂറത്തിന്റെ തഫ്സീർ തന്നെ മുഫസ്സിറുകൾ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? വല അന ആബിദുൻ മാ അബദു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആരാധിക്കുന്ന പോലെ ഞാൻ ആരാധിക്കൂല എന്നാണ്. ഞാൻ ആരാധിക്കുന്ന പോലെ നിങ്ങൾ ആരാധിക്കൂല എന്നൊരു തഫ്സീറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ ആരാധിക്കേണ്ട അവനവന് തോന്നിയ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ. ഇങ്ങനത്തെ ആളുകളെ പ്രസംഗം കേട്ടാൽ എന്താ ജനങ്ങൾക്ക് കിട്ടുക? അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മതി, ബിംബങ്ങളൊന്നും ആരാധിക്കാൻ പാടില്ല. ശരി, ഓ മുസ്ലിമാരോ? കാഫിറല്ലേ അവൻ? സുബ്ഹാനല്ലാഹ്. ഇതൊന്നും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു മതിപ്പ്, സ്വന്തം ദീനിനെ കുറിച്ചൊരു മതിപ്പില്ല. ഈ മറ്റവന്റെ വേദത്തിനെ കുറിച്ച് അതിനെക്കുറിച്ചാണ് പഠിക്കുന്നതും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതും അതിലാണ് ഗവേഷണം നടത്തുന്നതും. ബാക്കി ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞ കിതാബോ അത് പഠിക്കാൻ തന്നെ പറ്റൂല, കടിവെട്ടി കിതാബാണ്, അത് പഠിക്കാൻ കൊള്ളൂല. ബാക്കി വേദം ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അതവരെ ഉപ്പാമാരും അവരുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും ഉണ്ടാക്കിയ ചില പേരുകളാണ്. എന്നിട്ട് അവർ വലിയ മഹാന്മാരാണ്. എന്നിട്ട് അവരെ പേരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും കൂട്ടി പറയാം. ശ്രീരാമനും ശ്രീകൃഷ്ണനും സ്വാമി വിവേകാനന്ദനും മുഹമ്മദ് നബിയും കൂട്ടി പറയാൻ പാടുണ്ടത്. ഈ കാഫറുകളെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോട് കൂട്ടി പറയാൻ പാടില്ല. എന്ത് വൃത്തികേടാണ്! എന്നിട്ട് വലിയ കാര്യം പോലെ പ്രസംഗിക്കാൻ ആളുകളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു. വിവരക്കേടാണ് പറയുന്നത് ഭൂരിപക്ഷം. ബഹുഭൂരിപക്ഷവും പച്ച സഫാഹത്ത് വിളമ്പുകയാണ്. വിവരക്കേട്, ആളുകളെ വിവരക്കേടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. വലിയ പ്രശ്നമാണിത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ ഇലാഹുകളിൽ നിന്ന് അള്ളാഹു ബറാഅത്ത് പ്രഖ്യാപിക്കാൻ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വല അൻതും ആബിദൂന മാ അഅബുദ് വഹുവ അല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ആരാണ് ഞാൻ ആരാധിക്കുന്നത്? ഒരു ശരീക്കുമില്ലാത്ത അള്ളാഹുവിനെ. ഫമാ ഹാഹുനാ ബിമഅന മൻ, ഇവിടെ മാ എന്ന് പറഞ്ഞിട്ടുള്ളത് മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ എന്നാണ് നേരെ വാക്കർത്ഥം പറഞ്ഞാൽ. പക്ഷെ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മൻ എന്നാണ്, ഞാൻ ആരാധിക്കുന്നവനെ എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം, അതായത് അള്ളാഹുവിനെ. വല അന ആബിദും മാ അബദ്തും വല അൻതും ആബിദൂന മാ അഅബുദ് ഐ വല അഅബുദു ഇബാദതകും എന്ന് പറഞ്ഞാൽ എന്താണ്? വല അൻതും ആബിദൂൻ, ഞാൻ പറഞ്ഞല്ലോ ഇത് ആവർത്തിച്ച് വന്നതിൽ 2-3 അഭിപ്രായങ്ങളുണ്ട് മുഫസ്സിർ. ഒന്നും എതിരായതല്ല, എല്ലാം കൂട്ടിയോജിക്കാൻ പറ്റിയതാണ്. എന്താണത്? വല അൻതും ആബിദൂന മാ അഅബുദ്, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്
അവനെ ഞാൻ ആരാധിക്കൂല, അവരെ ഞാൻ ആരാധിക്കൂല. നിങ്ങൾ ചെയ്യുന്ന ഈ ആരാധന ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ കാട്ടിക്കൂട്ടല് പലതും, അതും ഞാൻ ചെയ്യുകയില്ല എന്നാണ്. വല അഅ്ബുദു ഇബാദതകും ഐ ലാ അസ്ലുകുഹാ വല അഖ്തദി ബിഹാ. ഞാൻ ആ മാർഗം സ്വീകരിക്കുകയില്ല, നിങ്ങളുടെ മാർഗം ഞാൻ പിൻപറ്റുകയില്ല. വ ഇന്നമാ അഅ്ബുദുല്ലാഹ അലൽ വജ്ഹിൽ ലദി യുഹിബ്ബുഹു വയർദാഹ്. ഞാൻ എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കും? അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ. അത് അല്ലാഹു വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ തൃപ്തിയില്ലാത്ത ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിക്കാട്ടാത്ത ദഅവത്ത് നടത്തുക എന്നുള്ളത്. ഒരിക്കലും സലഫി ദഅവത്ത് അങ്ങനെയല്ല. സലഫി ഉലമാക്കളുടെ ദഅവത്തിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർ കാഫിറുകൾക്ക് കത്തയക്കത്രേ. എന്താണ്? ഇതാ ഇസ്ലാമിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ മുസ്ലിം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും. എന്നിട്ട് എഴുതും അത്ര അവർ ഞങ്ങളുടെ നബിയുടെ മുഅ്ജിസത്തുകൾ. 1 ഇസ്രാ, 2 മിഅ്റാജ്. ആർക്കെങ്കിലും ധൈര്യം അങ്ങനെ ദഅവത്ത് നടത്താൻ? അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ എവിടെ വെച്ചാണ് നടന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിനിടയിൽ. അത് ഇസ്ലാമിന്റെ എന്തും അതിന് അഭിമാനം വേണം, മനസ്സിലായി. അത് മോശമാണെന്ന് തോന്നാൻ പാടില്ല. നമ്മുടെ ഈമാൻ ശരിയല്ലാത്തതുകൊണ്ടാണ് നിഫാഖ് കടന്നു വന്നിട്ട്. എന്നാൽ പറയേണ്ടതിന്റെ രീതി ഉണ്ട്. ആദ്യം പറയണം, രണ്ടാമത് പറയണം. ശരി തന്നെ, ഏതെങ്കിലും വിഷയം എടുത്തിട്ടല്ല ആദ്യം പറയേണ്ടത്. പക്ഷേ അത് ചില ആളുകൾ ആദ്യം പറയേണ്ടത് മൂടി വെക്കുകയാണ്, പറയേണ്ടത് പലതും കൂട്ടിക്കുഴച്ച് വളച്ചൊടിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ള അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയാണ്. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് വല അൻതും ആബിദൂന മാ അഅബുദ് ഐ ലാ തഖ്തദൂന ബി അവാമിരില്ലാഹി വശറഇഹി ഫി ഇബാദതിഹി. നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുകയില്ല. അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ ആരാധിക്കുകയില്ല. ഈ ഒരു വാക്കുകൂടി ശ്രദ്ധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബൽ ഖദ് ഇഖ്തറഅതും ശൈഅൻ മിൻ തിൽഖാഇ അൻഫുസികും. പിന്നെ നിങ്ങൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ മാർഗങ്ങൾ അനുസരിച്ചുകൊണ്ട്. അപ്പോൾ കാഫിറുകളോട് ദഅവത്ത് ഇത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോരാ. അള്ളാഹനെ എങ്ങനെ ആരാധിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. മൂസാ നബി രണ്ടാമത് വന്നാലും എന്റെ ശറഅ അനുസരിച്ചിട്ടാണ് വിധിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഈസാ നബി രണ്ടാമത് മടങ്ങി വന്നാൽ അത് വരും. മൂസാ നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഈസാ നബി വന്നാൽ ഏത് ശരീഅത്തിലാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ മാർഗം വിട്ടാൽ ആ ഇബാദത്ത് എന്തല്ല നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഒന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖ് ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിന് സൗകര്യം ചെയ്തു തരുന്ന ഈ വീട്ടിനും വീട്ടുകാർക്കും ഇതിന് സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.